യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആണ്. സോ ഞാൻ വിചാരിച്ചു ഒന്ന് ടെമ്പിളിലോട്ട് പോകാമെന്ന്. ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ട്, ശിവൻ്റെ ആണ്. അപ്പോൾ ടെമ്പിളിൻ്റെ പേര് കൂടുതുറയെന്നാണ് എന്നാണ് എൻ്റെ ഒരു ഗെസ്സ്. എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ. പോകുന്ന വഴിക്കാന്നറിയാം. അപ്പോൾ കണ്ടക്ടറിൻ്റെ ഹെൽപ്പോട് കൂടി പോകാനാണ് വിചാരിച്ചത്. സോ ഞാൻ റെഡി ആയിട്ടുണ്ട്. മോർണിംഗ് തന്നെ കുറിച്ച് സെറ്റായിട്ടുണ്ട്. ഹെയർ സ്റ്റൈൽ മാത്രം സെറ്റാക്കാനുണ്ട്. അതിൻ്റെ സെറ്റപ്പിലൊക്കെ ഇറങ്ങണേ. നമുക്ക് ഹെയർ സ്റ്റൈൽ സെറ്റാക്കാനുണ്ട്. ഞാൻ ഹാഫ് ശരിയാക്കിയതാണ്. അപ്പം നമുക്ക് അതൊന്ന് സെറ്റാക്കാം. സെറ്റാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങാം. വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 8 മണിൻ്റെ അടുത്തായോ, 7, 7:30, 8 മണി ആയി. സോ പെട്ടെന്ന് റെഡി ആയിട്ട് പോവാം. കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു ഓക്വേർഡ്നെസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ തനിച്ചെല്ലി പോകുന്നേ. എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. തനിച്ചാണ് മാക്സിമം ടൈം ഞാൻ. പക്ഷെ എന്നാലും ആരെങ്കിലും ഒന്ന് കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ എനിക്ക് അതായത് പുതിയ സ്ഥലത്ത് അതും ഒരു ടെമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഒരാളെങ്കിലും കൂടുതൽ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു ഒത്തിരി കോൺഫിഡൻസ്, ഒന്ന് ഹാപ്പി ആയിട്ട് പോയിരുന്നു. ഇതിപ്പോൾ എന്താ പറയുക, ആരും ഇല്ലല്ലോ. സോ ഇവിടെ ഞാൻ ടെമ്പിളിൽ ഒറ്റയ്ക്ക് പോകാനുള്ള മടി കാരണം ഞാൻ ചോദിച്ചായിരുന്നു അന്ന് തന്നെ. ഇവിടെ വന്ന ദിവസം മുതൽ എല്ലാവരും പറയുന്നത് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മൾ ഇവിടെ ചേട്ടന്മാരുണ്ട്. അഞ്ചൽ ചേട്ടൻ, ദീപു ചേട്ടൻ, ഗോപു അച്ഛൻ. ഓക്കെ, അവരൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ വയസ്സായ ആൾക്കാരാണ്. സോ അവരിനെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ടെമ്പിളിൽ പോകാമെന്ന്. അപ്പോൾ നോക്കി അൻസിൽ ചേട്ടൻ നാട്ടിലോട്ട് പോയി. ആലപ്പുഴയാണ് വീട്. അപ്പോൾ അവർ പോയി. പിന്നെ ദീപു ചേട്ടനാണ് ഉള്ളത്. ദീപു ചേട്ടൻ എനിക്ക് അറിഞ്ഞ് ടെമ്പിളിൽ വരാനുള്ള മൂഡില്ലാന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചില്ല. പിന്നെ ഗോപച്ചൻ പറഞ്ഞാൽ മോർണിംഗ് വാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് റൂട്ടീൻ ഉണ്ടാവില്ല ലൈഫിൽ. രാവിലെ മോർണിംഗ് എണീക്കുക, വാക്കിങ്ങിന് പോവുക, നല്ല ഭക്ഷണം കഴിക്കുക, കുക്ക് ചെയ്യുക, ഇങ്ങനെയാണ് അച്ഛൻ്റെ റൂട്ടീൻ. സോ അവർ മോർണിംഗ് തന്നെ വാക്കിങ്ങിന് പോകുന്നത് ഞാൻ കേട്ടെ. അപ്പോൾ എന്തായാലും ആ ടെമ്പിളിൻ്റെ അതുവരെ വാക്കിംഗ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും ദൂരം. അപ്പോൾ ഇനിയും തിരിച്ച് അങ്ങോട്ട് ഞാൻ വിളിച്ച് ശല്യം ചെയ്യേണ്ട. അവർക്ക് സൺഡേ ആയിട്ട് ചിലപ്പോൾ പ്ലാനൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കരുതി പിന്നെ ഒരു കാര്യമുണ്ട്, ലൈഫിൽ ആരും കൂടെ ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞ് കോൺഫിഡൻസ് വരുത്തിയിട്ടാണ് ഇപ്പോൾ റെഡിയായി നിൽക്കുന്നത്. ഒന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സെറ്റായാണ്. പക്ഷെ ഭക്ഷണം കഴിച്ചില്ല. ഓക്കെ, ഓൾ സെറ്റ്. പിന്നെ ഈ ഹീൽസ്, ഞാൻ ഇപ്പം ഹീൽസാണ് വെയർ ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി ഞാൻ ജോബ് കിട്ടുന്ന മുമ്പ്, അതായത് നമ്മൾ ഞാൻ MBA പഠിക്കുന്ന ടൈമിൽ ഫുൾ ഷൂസാണ്. അതിനവിടെ ആയിരുന്നു ഒരിഷ്ടം. നിറയെ ഷൂസ് വാങ്ങിച്ച് കൂട്ടുമായിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ വർക്കിന് വന്നപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, നമ്മൾ ഈ ഔട്ട്ഫിറ്റിന് ഹീല് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കരുതി. ഫ്ലാറ്റ് ആയിട്ടുള്ള പക്ഷെ എന്നാലും ഇപ്പം ഇത് ഇടാൻ തുടങ്ങി എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. എന്ത് കളിയാക്കാനുള്ളത്? ഹൈറ്റ് വേണ്ടേ? ഹൈറ്റ് ഇല്ലാത്തവർക്കല്ലേ ഈ ഹീല് പറഞ്ഞിട്ടുള്ളത്. കളിയാക്കുമ്പോൾ എനിക്ക് വരൊരു ദേഷ്യം. പിന്നെ എന്താ പറയാറില്ല. അത് ഈ ഹൈറ്റ് ഇല്ലാത്തവരോട് ചോദിക്കണം അതിൻ്റെ വിഷമം എന്താണെന്നുള്ളത്. എനിക്ക് വിഷമമൊന്നുമില്ല. ആക്ച്വലി ഈ ഹൈറ്റ് ഇല്ലാത്തൊരു ക്യൂട്ട്നെസ് ആണ്. അങ്ങനെയെന്ന് പറഞ്ഞത് സമാധാനം എനിക്ക്. പക്ഷേ കളിയാക്കരുത്. അവർക്ക് ഇഷ്ടമുള്ളവർ ഇട്ടോട്ടെ. പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത്ര നല്ലതല്ല. എന്താണെന്ന് വെച്ചാൽ ഗേൾസിന് അറിയാം അവർക്ക് എന്താ വേണ്ടെന്നുള്ളത്. ഓക്കെ, സോ ആരും കളിയാക്കാൻ നിൽക്കരുത്. അവർ എന്താ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു. ഓക്കെ, സോ ഗായ്സ് ഇതാണ് ഇതേ ഉള്ളൂ. ആക്ച്വലി വീട്ടിൽ നിറയെ ഡ്രസ്സസ് ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ ഒന്നും കൊണ്ടില്ല എന്തിന് എന്ന് കരുതി. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നു എന്തിനേ എടുക്കാതെ വന്നത്. സാരി ഉണ്ട്. പക്ഷെ എനിക്ക് സാരി ചെയ്യാൻ കിട്ടില്ല, ഇടാൻ കിട്ടില്ല. അത് കാരണം ഞാൻ വിചാരിച്ചു ഇത് മതി. ഇനി ഒരു ജാസ്മിൻ ഫ്ലവർ കൂടി വെച്ചാൽ നമ്മൾ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു തരം വൈബാണ് ആക്ച്വലി. പാട്ട് കേൾക്കാം. ഇവിടെ കുട്ടികളിരുന്ന് പാട്ട് പാടുന്നതാണ്.
ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുക. മോർണിംഗ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പ്. ടെമ്പിൾ അടിപൊളിയാണ്, നല്ല ഒരു പീസ്ഫുള്ളാണ്. ആക്ച്വലി ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിലും നല്ലതായിരിക്കും. ഞാൻ തനിച്ച് വന്നുകൊണ്ട്, പക്ഷേ തനിച്ച് വരുന്നത് ഒരു രസമാണ്. കുറച്ച് സമാധാനം കിട്ടും, ഒരു മൈൻഡിനും എല്ലാറ്റിനും ഒരു സമാധാനമുണ്ട്. ഇവിടെ ശിവൻ മാത്രമല്ല, അതായത് നിറയെ ദൈവങ്ങളുണ്ട്. സോ നല്ല രസമുണ്ട്. അത് കുറച്ച് വലിയ ടെമ്പിളാണ്. ഞാൻ ഫുൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നി അങ്ങനെ എടുക്കുന്നത് നല്ലതല്ലാന്ന്. വർക്ക് വന്നിട്ട് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. കുറച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ രസകരമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ടെമ്പിളിൻ്റെ സൈഡ് ഫുൾ, ടെമ്പിൾ പോകുന്ന വഴി ഇവിടെ വീടുകളാണ്. വീട്ടിൽ മുഴുവനും ഫ്രണ്ടിൽ ഫുൾ ഈ മറ്റേ ഞാൻ എന്താ പറയുക, റംഗോലിയോ കോലമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ചൂട്, വെയിൽ കാണാനാണ് ഫേസ് ഭംഗി. ചുമ്പ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വരുമ്പോൾ ഒരു ഫ്രീ ബസ് പോയായിരുന്നു. ഇവിടേക്ക് ബസ്സിന് ഫ്രീ ആണ് ലേഡീസിന്. അപ്പോൾ ആ ബസ് പോയായിരുന്നു. ഇനി അടുത്ത ബസ് എപ്പോഴാണെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ, പക്ഷെ ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഞാൻ അത് യൂട്ടിലൈസ് ചെയ്യും. ഞാൻ കുറച്ച് വിശുദ്ധത്തെയാണ്, അതുകൊണ്ടാണ്. ഗൈസ്, എനിക്കൊരു ബസ് കിട്ടി, പക്ഷെ ഫ്രീ ബസ് കിട്ടിയില്ല. അപ്പോൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുവാണ്, നടന്നുകൊണ്ടിരിക്കുക. പിന്നെ വരുമ്പോൾ ചിക്കനൊക്കെ എടുത്ത്, സൺഡേ ചിക്കൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഫീവർ വരും. അതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് അറിഞ്ഞുകൂടെ ആരാ പാലക്കാട് ചൂട് കൂടുതൽ പറഞ്ഞെന്ന്. പവാനിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടുതൽ 9 മണിയായിട്ടുള്ളൂ. വേർത്ത് ചത്തുകൊണ്ടിരിക്കുക. നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ അവിടെ ചിക്കൻ എനിക്ക് അറിഞ്ഞൂടെ അവിടെ എന്താ റേറ്റ് എന്ന്. പാലക്കാട്ടിൽ ഇവിടെ 50 രൂപയാണ്. ഞാൻ 50 രൂപയ്ക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നു. അതും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് തന്നത്. എനിക്ക് ഇഷ്ടമുള്ള പീസുകൾ മാത്രം ഇട്ടിട്ട് ആ ചേട്ടൻ തന്നു. ചേട്ടനല്ല, അണ്ണൻ തന്നു. ഐ എം ഹാപ്പി. നമ്മൾ പോയി കുക്ക് ചെയ്യാം. എനിക്ക് ചിക്കൻ കുഴമ്പ് ചെയ്യാൻ, എനിക്ക് ചിക്കൻ ചുക്ക അറിയാം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അത്ര ബാഡല്ല കുക്കിങ്ങിൽ, ഞാൻ കുറച്ച് കുക്ക് ചെയ്യും. പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എന്നേ ഉള്ളൂ, എനിക്കിഷ്ടമാണ്. പിന്നെ ഇവിടെ എല്ലാവിടെയും ഇതങ്ങനെ ടെമ്പിൾ ഉണ്ടാവും. എല്ലാ വഴിയിലും ടെമ്പിൾ ഉണ്ടാവും. ഈ സന്ധ്യ കഴിഞ്ഞാൽ അടുത്ത സന്ധ്യയിലോട്ട് വേറൊരു ടെമ്പിൾ ഉണ്ടാവും. അതാണ് ഭഗവാന്റെ സ്പെഷ്യാലിറ്റി. ആക്ച്വലി ഐ എം വെരി ഹാപ്പി. ഈ വീട്ടിൽ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും കണ്ടു, പുതിയ സ്ഥലങ്ങൾ കണ്ടു, കുറച്ച് വൈബും കൂടി സെറ്റായി. ഓക്കെ, സോ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ പോയി ചിക്കനും കൂടി കഴിച്ചാൽ തൃപ്തിയാവും. പിന്നെ ഒരു ഉറക്കം ഉറങ്ങുക. ഹായ് ഗൈസ്. സോ ഞാൻ വീടെത്തിയേ. അപ്പോൾ ഞാൻ ഈ ഇതിനൊക്കെ പോയി തിരിച്ചു വെച്ച്, ഇത് ആക്ച്വലി എൻ്റെ തലക്ക് വെക്കാൻ ഞാൻ വാങ്ങിച്ച് ഞാൻ വെച്ച്. പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് ദൈവത്തിനുള്ള പോവുക, നീ എന്തിനാ വെച്ചിട്ട് ഇത് അഴിച്ചു മാറ്റിയത്. അവർ റൂഡായിട്ട് പറഞ്ഞില്ല, അതാണ് ഒരു ഹാപ്പി. റൂഡായിട്ട് പറഞ്ഞാൽ എൻ്റെ ദിവസം തന്നെ പോയേനെ. അപ്പോൾ അവർ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞു, എടാ അത് ദൈവത്തിനുള്ളതാ, അഴിച്ചു മാറ്റി അതിനെന്ന് പറഞ്ഞു. ഞാൻ അഴിച്ചു മാറ്റി. പക്ഷെ എനിക്കിത് കുറച്ച് നേരം ഞാൻ പിശിക്കുകയാണ് ആക്ച്വലി. സോ 2 സെക്കൻഡ് വെച്ചിട്ട് കളയാൻ മനസ്സിൽ, ഇതൊക്കെ 10 രൂപ എന്തുള്ളൂ. പക്ഷെ എന്തായാലും വിൽക്കണ്ടേ, സോ നമുക്ക് വിൽക്കാം. നമ്മുടെ അതായത് പാലക്കാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല, എനിക്കറിയില്ല. നമ്മൾ എല്ലാ പൂവും വിൽക്കുമല്ലോ, ഞാനൊക്കെ എല്ലാ പൂവും വിൽക്കും. എനിക്ക് പക്ഷെ പൂവിനോട് വലിയ താല്പര്യം ഇല്ല. പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പൊതുവെ സാരി ഇടുമ്പോഴേ ഞാൻ പൂ വാങ്ങാറില്ല, കാരണം വാങ്ങാറില്ല. പക്ഷെ ഇത് നല്ല രസമുണ്ട്, കണ്ടില്ലേ? കുറച്ച് പൊട്ടി പോയെന്നുള്ളൂ. പിന്നെ എൻ്റെ ചിക്കൻ ഈ സൺഡേ ആവാൻ മാത്രമേ ഞാൻ അത് വാങ്ങുള്ളൂ. അങ്ങനെ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കാറില്ല. എപ്പോഴെങ്കിലും മടി ആവണം. ഇല്ലെങ്കിൽ ഞാൻ സൺഡേ എപ്പോഴെങ്കിലും ചിക്കൻ വാങ്ങാൻ വിട്ടുപോയി, എന്നെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെജ് കഴിച്ച് മടുത്ത ഞാൻ വാങ്ങിക്കും, ഇല്ലാതെ വാങ്ങിക്കൂല. സൺഡേ വാങ്ങാറുണ്ട് മാക്സിമം. സോ ഞാൻ സൺഡേ ഇവിടെ ഇരിക്കാറില്ലല്ലോ, നാട്ടിലോട്ട് വിടും. അപ്പം ആക്ച്വലി ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോകുന്ന എപ്പോഴെങ്കിലും മാസത്തിൽ എപ്പോഴെങ്കിലും പൊക്കോണ്ടിരുന്നത്. പിന്നെ എൻ്റെ സാറ് പറഞ്ഞു, നീ നാട്ടിലൊന്നും പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി, ശരി
അവരെ സാറേ ഇനി നീ ലീവ് എടുക്കണ്ടാവ്. അപ്പോൾ അങ്ങനെ ഞാൻ ലീവ് ഇപ്പോൾ ഒക്കെ നിർത്തി. ഇപ്പം ഞാൻ ഇവിടെ തന്നെ ഈറോഡ് തന്നെ ഇരിക്കുകയാണ്. 2 മാസം കഴിഞ്ഞിട്ട് എൻ്റെ മമ്മി വരാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇടയിൽ വരണ്ട, 2 മാസം കഴിഞ്ഞിട്ട് വന്നാൽ അതെന്ന് എനിക്ക് ട്രാവൽ ചെയ്താൽ ഹെൽത്ത് ഇഷ്യൂസ് വരും, അത് വേണം. സോ അതല്ല, മെയിനായിട്ട് ചിക്കൻ 50 രൂപയുള്ളൂ ഇത്രയും ചിക്കന്. അതും എനിക്കിഷ്ടമുള്ള പീസസ് മാത്രം. എനിക്ക് വെജ് ഇഷ്ടമല്ലെന്നല്ല, ഞാൻ വെജിറ്റബിൾസ് നന്നായി കഴിക്കും. പക്ഷേ എന്ത് കഴിച്ചാലും ഈ ചിക്കൻ ബീഫ്, ഇവിടെ ബീഫ് കിട്ടൂല, നമ്മുടെ നാട്ടിൽ പിന്നെ ബീഫാണല്ലോ മെയിൻ, പൊറോട്ടയും ബീഫും ഒക്കെ. അപ്പം എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുവാണ്. എപ്പോഴും യൂഷ്വലി എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ വെള്ളം വരും. എനിക്കിഷ്ടമാണ്. ഞാൻ നാട്ടിലോട്ട് പോകുന്നതിന് മെയിൻ റീസൺ അത് കഴിക്കാനാണ്. വീട്ടുകാരെ കാണുന്നത് രണ്ടാമത്തെ കാര്യം. ഫസ്റ്റ് ബീഫ് കഴിക്കാം, പൊറോട്ട ബീഫ്. ഞാൻ ആക്ച്വലി പൊറോട്ട കഴിക്കില്ല, അപ്പോൾ ഞാൻ ബീഫ് ബിരിയാണിയോ ഇല്ലെങ്കിൽ ഗീ റൈസും ബീഫും സൂപ്പർ സാധനം അങ്ങനെ കഴിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആക്ച്വലി നാട്ടിലോട്ട് പോകുന്നത്. ഇപ്പം പിന്നെ പോകാൻ വഴിയില്ലല്ലോ, അതുകൊണ്ട് ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. മട്ടനെ വാങ്ങാറ്. എനിക്ക് മട്ടൻ കുക്ക് ചെയ്യാൻ കുറേ നേരം എടുക്കും. അത്ര ക്ഷമ എൻ്റെ വയറ്റിനില്ല, വിശപ്പിലാണ്. മോർണിംഗ് ഒന്നും കഴിക്കും. പക്ഷെ ചായ, അവിടെ പോയി ചായ കുടിച്ച് പെർഫെക്റ്റ് ഒക്കെ ആയിരുന്നു, അടിപൊളി സാധനം. പക്ഷെ ഇത്രയേ ഉള്ളൂ. ഇവിടെ 12 രൂപയാണ്. ആക്ച്വലി പാലക്കാടും ഇവിടേക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇവിടെ കുറവാണ്. ബസ്സിന് നമുക്ക് ബസ് ചാർജ് കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് വരാം. ഇപ്പം ഞാൻ വന്നാൽ അതിന് 5 രൂപ കൊടുത്തില്ല. പക്ഷേ ഞാൻ ഫ്രീ ബസ്സിലല്ല കയറിയത്, വേറെ ബസ് ഇല്ല, എനിക്ക് വെയിൽത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വന്നത്. നടക്കേണ്ടതേ ഉള്ളൂ, പക്ഷേ ഞാൻ കയറി. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും എഗ്ഗിന് മുതൽ എല്ലാറ്റിനും റേറ്റ് കുറവാണ് ഇവിടെ. ഡ്രസ്സിനായിക്കോട്ടെ, തിരുപ്പൂർ അടുത്തായതുകൊണ്ട് അത്, അല്ലാതെ ഉള്ള അത് ബനിയൻ ടൈപ്പുള്ളത് അവിടെ. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും റേറ്റ് കുറവാണ്. നമ്മുടെ അവിടെ എല്ലാം ട്രിപ്പിൾ റേറ്റാണ്. അതുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ച്. അപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ നമുക്ക് ചിക്കൻ കുളമ്പ് പണ്ണലാവും. ഹായ് ഗായ്സ്. സോ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പൂ ഞാൻ കളഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സില്ല, എന്താ അറിഞ്ഞൂടെ, എനിക്ക് ജാസ്മിൻ ഫ്ലവറിനോട് അത്ര താല്പര്യമില്ല. പക്ഷേ ഈ ഫ്ലവറിനോട് എനിക്ക് താല്പര്യമുണ്ട്. ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പം നമുക്ക് ചിക്കൻ കുളമ്പ് പണ്ണാം. ഞാൻ സത്യമായിട്ട് അറിഞ്ഞൂടെ എങ്ങനെ ചെയ്യേണ്ടത്. ഒരു വട്ടം ഞാൻ ഉണ്ടാക്കിയിട്ട് അൻസൽ ചേട്ടൻ, ദീപു ചേട്ടൻ, ബോബു അച്ഛന് കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പോൾ അവർക്ക് കൊടുത്തായിരുന്നു. പക്ഷേ എങ്ങാന്ന് വിചാരിക്കുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് കൊടുത്തായിരുന്നു. അവർ കഴിച്ചത് കുറച്ച് ഉപ്പ് കൂടി, പക്ഷെ നല്ല സാധനമാണ്. ഉള്ളിക്കറിയാണെന്ന് ചോദിച്ചു ആദ്യം. ഞാൻ ഇല്ല, ഇത് ചിക്കൻ ചുക്കയാണ്, നിങ്ങളുടെ ചിക്കൻ കുളമ്പല്ല, ഇത് ചിക്കൻ ചുക്കയാന്ന് പറഞ്ഞായിരുന്നു. ഇപ്രാവശ്യം അവർ കൊടുക്കാനില്ല, പാവങ്ങൾ, അവരില്ല. പിന്നെ ഞാൻ 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളൂ. അവർ മനസ്സിലാക്കിക്കൊള്ളും. പക്ഷെ അവർ എന്ത് ചെയ്താലും എനിക്ക് തരും. ഞാൻ എന്ത് ചെയ്താലും അങ്ങോട്ട് കൊടുക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങുന്നത് ഇത്രയാണ്. അപ്പം എനിക്ക് കറക്റ്റായിട്ട് കഴിക്കാനുള്ള അത്രയും വാങ്ങുന്നത്. ഞാൻ ഒരു മാസം കറക്റ്റായിട്ട് ഞാൻ ബഡ്ജറ്റ് ഇടും. അനാവശ്യമായിട്ട് ക്യാഷ് ചിലവാക്കത്തേ ഇല്ല ഞാൻ. ചിക്കൻ കുളമ്പ് പണ്ണാം. ആക്ച്വലി അതിനാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്തത്. അത് വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ചിക്കൻ കുളമ്പ് പണ്ണണം, നമുക്ക് പണ്ണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അരി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം. എനിക്ക് ഒരു ഗ്ലാസ്, കുഞ്ഞ് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 2 നേരം ഫുഡ് അടിക്കാം. ഞാൻ മോർണിംഗും ആഫ്റ്റർനൂണും ഇത് വെച്ച് കഴിക്കും. അത്രയ്ക്ക് മതി. ഒരുപാട് റൈസ് കഴിക്കുന്നത് അത്ര നല്ലതല്ല. റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം വെക്കണം, എന്നാലേ ഒരു സ്മൂത്തായിട്ടുണ്ടാവുള്ളൂ റൈസ്. റൈസിൽ വെള്ളം ഒഴിക്കുക. ഇവിടെ ഇങ്ങനത്തെ സാധനത്തിലെ വെള്ളം നമ്മുടെ അവിടെ പോലെ അല്ല. അവിടെയൊക്കെ കിണറ്റിലെ വെള്ളമാണ് കാണുന്നുണ്ട്, അവിടെ കിണറ്റിലെ വെള്ളം. അപ്പോൾ എനിക്ക് അവിടെ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് പൊതുവേ കേരളത്തിലുള്ള ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് തമിഴ്നാട്ടിലെ മല്ലൂസ് ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞ് മനസ്സിലാക്കിക്കോളും. അപ്പം ഇതാണ് എൻ്റെ വെള്ളം. ഇപ്പോൾ ഈ വെള്ളം കഴിയുമ്പോൾ ഞാൻ കമ്പനി പറയും, കമ്പനിയിൽ നിന്ന് കൊണ്ടുവരും. ഇങ്ങനെയാണിപ്പോൾ. പിന്നെ ഇതിൽ വേറൊരു വിഷമം എന്താ വെച്ചാൽ, ഈ വെള്ളം അത് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരും, കുഞ്ഞു കുഞ്ഞു ഉറുമ്പില്ലേ, അത് വരും. ഞാൻ ഫസ്റ്റൊക്കെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ ഉറുമ്പിനൊക്കെ എടുത്ത് കൊല്ലും. അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉറുമ്പ് അത് വെള്ളം കിട്ടാം. പിന്നെ എനിക്ക് തോന്നി ഒരു ദിവസം ഞാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടു. എനിക്ക് അപ്പം മനസ്സിലായി പാവം അത് വെള്ളം വെള്ളം എവിടെ കിട്ടാതെ പുറത്തൊന്നും ഞാൻ വെള്ളം, ഇത് ഒരു വെള്ളം ഇല്ലല്ലോ, അപ്പോൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ട് വന്ന് വെള്ളം കുടിക്കുന്നതാണ്. ഇത് സെറ്റാക്കി ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണ് എരിഞ്ഞിട്ടാണ്
ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ചിക്കൻ വെള്ളത്തിലാണ്, അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ചിക്കൻ ഇത് കുറച്ച് വെള്ളമുണ്ട്, വെള്ളം പാടില്ല. ഓക്കെ, ഇതിൽ വെള്ളം പാടില്ല. കഴുകി ഒരു 6 വട്ടയ്ക്ക് കഴുകും. ഞാൻ 6 വട്ടം കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ കഴുകി വൃത്തിയാക്കുക. ഓക്കെ, അതിൻ്റെ വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇതിലോട്ട് കുറേ ഇൻഗ്രീഡിയൻറ്റ്, ഇത് വളരെ ഈസിയാണ്. നമ്മൾ ചിക്കൻ കറി പോലെ എൻ്റെ അമ്മയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നതാണ്. ഞാനതൊന്നും ചെയ്യാറില്ല. എനിക്ക് ചിക്കൻ ചുക്കാണ് ഇഷ്ടം. അത് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. ഈ ഫ്ലേവർ ഇതിന് മാച്ച് അല്ലാന്ന് എനിക്കറിയാം, പക്ഷേ ഒരു രസമുണ്ട്. എൻ്റെ വീഡിയോയിൽ ഒരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ പറയും. എനിക്കതാണ് ഇഷ്ടം. അങ്ങനെയല്ല, എനിക്ക് എന്താ പറയുക, ഒരു കണ്ടൻറ്റ് മാത്രം പറയാൻ കിട്ടൂല, അതാ സത്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇതിലോട്ട് നമ്മൾ മുളക് പൊടി ഇടണം. മുളക് പൊടി കഴിയാനായി വാങ്ങിക്കണം. ഇതൊക്കെയാണ് പ്രശ്നം, തനിച്ചിരിക്കുന്നതിൻ്റെ പ്രശ്നം. എന്തൊക്കെയാണ് ചിന്തിക്കാനുള്ളതെന്നറിയോ? ഓക്കെ, അതിടുക. അളവൊന്നും എനിക്ക് പറയാൻ അറിയില്ല, ആവശ്യത്തിനനുസരിച്ചിട്ട്. ഞാൻ സ്പൈസി എനിക്കിഷ്ടമാണ്, അപ്പം ഞാൻ ഇടും. പിന്നെ മഞ്ഞൾപ്പൊടി നല്ലതാണ്, സാധനം നല്ലതാണിത് ഹെൽത്തിന്. ഓക്കെ, അപ്പോൾ ഇടുക. പക്ഷേ ഇപ്പോൾ ഉള്ളതൊക്കെ നല്ലതാണോ, എന്തൊക്കെയായാലും ഇടുന്നത് ദൈവത്തിനറിയാം. ആക്ച്വലി മഞ്ഞൾപ്പൊടി നല്ലതാണ്. ഓക്കെ, പിന്നെ മല്ലിപ്പൊടിയാണ്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇടും, പക്ഷേ അതൊന്നും ഒരുപാട് ഇടരുത്. അറിയാത്ത സാധനങ്ങൾ ഒരുപാട് ഇട്ട് ചീത്തയാക്കരുത്. അറിയണ സാധനങ്ങൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെയുള്ളതൊക്കെ എത്ര വേണമെങ്കിലും ഇടും. എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് ഏകദേശം അത് എന്താണെന്നുള്ളത് അറിയാം. ഈ മല്ലിപ്പൊടിയൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇടാറുണ്ട്. വെയിലുകൊണ്ട് കറുത്തതാണ്. പിന്നെ സോൾട്ടാണ്, ഉപ്പ്, കല്ലുപ്പാണ് ശരിക്കും നല്ലത്. പക്ഷെ ഞാൻ വാങ്ങാറില്ല, എൻ്റെ മമ്മിയൊക്കെ അത് യൂസ് ചെയ്യാറ്. നമുക്ക് അതിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് കൂടുതലിടും. എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രേവി ടൈപ്പിലാണ് വരുന്നത്. ഓക്കെ, ഇത് ഗ്രേവി ടൈപ്പിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഇത് ഒരുപാട് അങ്ങോട്ട്, അതായത് നമ്മൾ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഗ്രേവി ടൈപ്പല്ലേ. ഇപ്പം നമുക്ക് റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ളത്. അപ്പോൾ റൈസിൻ്റെ കൂടെ വരുമ്പോൾ വെറും റൈസും ഇത് പോകും. അപ്പം കുറച്ച് ഉപ്പ് കൂടുതൽ നല്ലതാണ്. സോ ഞാനതുകൊണ്ട്, പക്ഷേ ഇപ്പോൾ ഗോപിച്ചേട്ടൻ അവർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി എന്ന് പറഞ്ഞു. പക്ഷേ അവർ തനിച്ചത് എടുത്ത് കഴിച്ചുകൊണ്ടാണ്. എനിക്ക് പാകത്തിന് ഉണ്ടാക്കി, അപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ നല്ല ടേസ്റ്റാണ്, എന്നെ വിശ്വസിക്കും, നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഇവിടെ മറ്റേ ഗാർലിക്കും ജിഞ്ചറും ഒക്കെ ഇങ്ങനെയാണ് കിട്ടുക, കവറിലൊക്കെ കിട്ടുക. ഒരു വാങ്ങുവാണെങ്കിൽ ഒരു ഡസനായിട്ട് വാങ്ങണം, മറ്റേ ആ കവറോടുകൂടി വാങ്ങണം. ഓക്കെ, അപ്പം നമ്മൾ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് ചതച്ചിടും. എനിക്ക് പിന്നെ മിക്സി മറ്റേ ജാറ് കഴുകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇത് ചുമ്മാ കല്ലുകൊണ്ട് ഇങ്ങനത്തെ സാധനമില്ലേ, അത് വെച്ച് ഇങ്ങനെ തട്ടിയിട്ട് ഇടും. ഓക്കെ, അത് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഇടുക. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം കറിവേപ്പിലയും മല്ലിയിലയൊക്കെ, അതൊന്നും എൻ്റെ അടുത്തില്ല. എനിക്കിനി പോയി 10 രൂപയ്ക്ക് വാങ്ങാൻ വയ്യ. ആക്ച്വലി ഞാൻ വരുമ്പോൾ മറന്നിട്ട് വന്നതാ സത്യം. സോ ഗൈസ്, ഞാനിതിൽ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മൾ തക്കാളി ഇടുക. ഞാൻ 2 മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് സോൾട്ടൊക്കെ ഇട്ട് നല്ല പോലെ ഇത് ഒഴിച്ച് ഇതൊക്കെ ഈ ചിക്കനിൽ ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ഇതൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് തോന്നണേ. അപ്പോൾ ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ട് അരി ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ആവും, സിമ്മിൽ വെക്കാൻ വന്നാലേ സോഫ്റ്റ് ആയിട്ട്. ഇനി ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇത്തിരി വെള്ളം കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. നമ്മളിതിലോട്ട് ഓണിയൻ ഇടുവാണ്. ഇതിൽ കുറച്ചുകൂടി എണ്ണ ഒഴിക്കാൻ ഞാൻ വിശദരം കാണിക്കുന്നതാണ്. ഓക്കെ, ആയിട്ട് നന്നായിട്ട് കൊടുക്കും. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഒണിയൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത് നമ്മൾ ഈ ചിക്കനിലോട്ട്
ഇടണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിലോട്ട് എണ്ണ ഒഴിക്കാൻ കുറച്ച്. സിമ്മിൽ വെച്ചിട്ടാണ് ആക്കുക. ഈ വെള്ളം പാത്രത്തിൽ ഉണ്ടായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും, അതെനിക്ക് അറിയാം. പക്ഷെ എന്നാലും നമ്മൾക്ക് എല്ലാം പെട്ടെന്ന് ആവണം എന്നുള്ള ആ ഒരു ധൃതിയില്ലേ, ആ ഒരു എല്ലാം പെട്ടെന്ന് എന്നുള്ളത് കാരണം ചെയ്യുന്നത്. എനിക്ക് കുറച്ച് വെപ്രാളം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലോട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് എന്നിട്ട് ഇതിലോട്ട് ഇടുക. ഞാൻ വലിയ എന്താ പറയുക, വലിയ കുക്കൊന്നുമല്ല. എൻ്റെ മൈൻഡിൽ ഞാനൊരു വലിയ കുക്കാണെന്നാണ് ആക്ച്വലി. വലിയ കുക്കല്ല, ചുമ്മാ എന്തെങ്കിലും കുക്ക് ചെയ്യും കഴിക്കും. പക്ഷെ എനിക്കത് ഞാൻ കുക്ക് ചെയ്യുന്നത് എനിക്ക് പെർഫെക്റ്റായി ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നത് മാറ്റി കളയും. ഇങ്ങനെ അടച്ചു വയ്ക്കുക, സിമ്മിൽ വേണം വയ്ക്കാൻ, ഫുൾ ഫ്ലെയിമിൽ വയ്ക്കരുത്. ലൈറ്റായിട്ട് സിമ്മിൽ വെച്ച് ഇതിങ്ങനെ അടച്ചു വയ്ക്കുക. പിന്നെ സോൾട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ നോക്കി നിങ്ങൾ ഇട്ടാൽ മതി. ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ദാറ്റ്സ് ഇറ്റ്. ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, വെള്ളം ഒന്നും ഒഴിക്കരുത്. പെർഫെക്റ്റ് ആയിരിക്കും. എനിക്കിഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ചിക്കൻ കറി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഐ തിങ്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ബൈ.